അദ്ദേഹം ആദ്യകാലത്തൊരു ഗായകനാകണം എന്നൊക്കെയാണ് ആഗ്രഹിച്ചത്. പക്ഷേ പിന്നീട് മിമിക്രിയിലേക്ക് വരികയായിരുന്നു. ഒരു കലാകാരനാകണം എന്നുള്ള ഉറച്ച ബോധ്യത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മയിൽ നിന്ന് ലഭിച്ച അമ്മയുടെ അമ്മയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഹാസ്യം ലഭിച്ചത് എന്നാണ് അദ്ദേഹം പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളത്. കൊച്ചിൻ കലാഭവനിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിൻ്റെ, അതായത് കൂടുതൽ ആളുകൾക്ക് മുന്നിലേക്ക് അദ്ദേഹത്തിൻ്റെ കലാജീവിതം അദ്ദേഹത്തിന് അവതരിപ്പിക്കാനും ആ മട്ടിലെത്താനും കഴിയുന്നത് കൊച്ചിൻ കലാഭവനിലൂടെയാണ്. അതിനുശേഷം ഏഷ്യാനെറ്റിലെ കോമിക്കോള എന്ന പരിപാടിയുടെ അവതാരകനായി ദിലീപിന് ശേഷം അദ്ദേഹം വരുന്നു. അതിനുശേഷം 97 അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയിൽ അഭിനയിക്കുകയാണ്, ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ചിത്രത്തിൽ. അതിനുശേഷം തെങ്കാശി പട്ടണമാണ് ഒരു ബ്രേക്ക് ത്രൂ ആവുന്നത് 2000-ൽ. ആ 2000 മുതൽ കഴിഞ്ഞ ഈ 26 വർഷക്കാലം അദ്ദേഹം വളരെ ആക്റ്റീവായിരുന്നു. ഇതിനിടയ്ക്ക് അദ്ദേഹം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. അദ്ദേഹത്തിന് ലിവർ ഒരു ഘട്ടത്തിൽ മാറ്റിവെക്കേണ്ടി വന്നു. പിന്നീട് കിഡ്നി രോഗബാധിതനായി അദ്ദേഹം. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ അദ്ദേഹം വളരെ സജീവമായിരുന്നു. ഈ ഡയാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സജീവമായി പ്രചാരണ പരിപാടികളിലടക്കം പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായത്. 2010-ൽ മികച്ച നടനായിരുന്നു, 2005-ൽ മികച്ച രണ്ടാമത്തെ മികച്ച നടനായിരുന്നു, 2013-ൽ മികച്ച കൊമേഡിയനായിരുന്നു, 2017-ൽ കറുത്ത ജൂതൻ എന്ന സിനിമയ്ക്ക് കഥ എഴുതിയത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ കഥയാണ് ആ വർഷത്തെ മികച്ച കഥയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ ഫിലിം ഫെയറിൻ്റെ അവാർഡ് നോക്കിയാലും 3 തവണ സംസ്ഥാന അവാർഡ് നേടിയ ഏക നടനാണ് ഫിലിം ഫെയർ അവാർഡുകളിൽ. നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്, ഒരുമിച്ച് യാത്ര പോകുന്നത്, ഞാനും അച്ഛനും ഒക്കെ ഇങ്ങനെ, അച്ഛനും വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛനും ഒക്കെ എല്ലാവരെയും പേഴ്സണലി അറിയാവുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് സങ്കടമുണ്ട്. ഇങ്ങനെ പ്രായമൊന്നും അധികം ഇല്ലല്ലോ. ഒരു അടുത്ത ബന്ധം പുലർത്തിയിരുന്നല്ലോ, പലപ്പോഴും പല ചിത്രങ്ങളിലും ഒരുമിച്ചുണ്ടായിരുന്നു, ചിത്രങ്ങളിലും സ്റ്റേജുകളിലും. പിന്നെ സലിമേട്ടൻ ഭയങ്കര ഒരു ഇങ്ങനെ പ്രത്യേക ചിരിയല്ലേ. അപ്പം ഞങ്ങൾ ആ ചിരിയൊക്കെ പറഞ്ഞപ്പോഴും കളിയാക്കുമാൻ. അങ്ങനെ തന്നെ നമ്മൾ പ്രകാശം പരത്തുന്നതെന്ന് പറഞ്ഞ പോലെ ഒരു തമാശകളെ പരത്തിക്കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു നവ്യ കൂടുതൽ ഹിറ്റ് ചിത്രങ്ങളിലൊക്കെ വന്നപ്പോൾ നവ്യയോടൊപ്പം കൂടുതലായി ഉണ്ടായിരുന്ന ഒരാൾ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്തറിയാമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതെ, അടുത്തറിയാമായിരുന്നു. ഓഫ്കോഴ്സ് നിങ്ങളെല്ലാവരും കണ്ട സിനിമകളൊക്കെ തന്നെയല്ലേ. നിത്യശാന്തിക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. തന്നെയാണ് നവ്യ നായരാണ് അല്പനേരം മുൻപ് സംസാരിച്ചത്. അവർ ഓർത്തെടുക്കുകയാണ്, പ്രത്യേകിച്ചും സലിംകുമാറുമായി കൂടുതൽ ഹിറ്റ് ചിത്രങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു നടി കൂടിയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ പറവൂർ ടൗൺ ഹാളിലാണ്. കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കനത്ത മഴയുണ്ട് എങ്കിലും കൂടുതൽ ആളുകൾ സലിംകുമാറിനെ ഇഷ്ടപ്പെട്ടിരുന്ന, അദ്ദേഹവുമായി അടുത്ത് ഇടപഴകിയിരുന്ന, അദ്ദേഹത്തെ കണ്ടിരുന്ന, അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട് കൂടിയാണ് പറവൂർ എന്ന് പറയുന്നത്. നമുക്കറിയാം, സലിംകുമാർ എന്ന് പറയുമ്പോൾ ഈ പറവൂരിൻ്റെ ഒരു മുഖം കൂടിയായിരുന്നു. പ്രത്യേകിച്ചും എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ അദ്ദേഹത്തിന് കൃത്യമായ ഒരു രാഷ്ട്രീയം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അത് കോൺഗ്രസ് പാർട്ടിയുമായി അടുത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയമായിരുന്നു. അക്കാലഘട്ടങ്ങളിലെല്ലാം തന്നെ മഹാരാജാസ് കോളേജിന് കൂടുതൽ സമ്മാനങ്ങൾ വാരിക്കോരി നേടിക്കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് സലിംകുമാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളായ മിമിക്രി കലാകാരന്മാർ മുതൽ ഈ നാട്ടിലെ ഏറെ പ്രിയപ്പെട്ട മനുഷ്യർ വരെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 3 മണി വരെ ഇവിടെ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാട്ടുകാരുടെയൊക്കെ ഒരു ഓർമ്മ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നടൻ സലിംകുമാർ. ഈ കാണുന്നത് പോലെ നിരവധി മനുഷ്യർ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പലപ്പോഴും അമ്മ ഈ സലിംകുമാറിനെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരു നാട്ടുകാരനാണ്, ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ്. 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാണ്. ഒരുമിച്ച് പഠിച്ചതാണ്. ഒരു നാട്ടുകാരും കൂടിയാണ്. അതിനുശേഷം ഇടയ്ക്കൊക്കെ കാണുമായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ മന്ത്രി വന്നപ്പോൾ കണ്ടായിരുന്നു, കഴിഞ്ഞ മാസം കണ്ട്. പിന്നെ കഴിഞ്ഞിട്ട് അങ്ങേ വർഷം കണ്ട് സംസാരിച്ച് അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ 2ാം വാർഡ് മെമ്പർ ആയിരിക്കില്ല. സലിംകുമാറിനുള്ള സ്നേഹം കൊണ്ടും നമ്മളെ ഒരു പാർട്ടിക്കാരനുമല്ല, അതിൻ്റെ പേരിൽ കാണാൻ വന്നതാണ്. അവസാനമായിട്ട് നമ്മൾ സതീശൻ്റെ മറ്റേ ആ പൗരസ്വീകരണത്തിൽ നല്ലൊരു പ്രസംഗമൊക്കെ നടത്തിയതിനൊക്കെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോകാണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഒരു സൂചകമായിട്ട് ആദരവ് ഒരു ഇതർപ്പിക്കാൻ വേണ്ടി എത്തിയാണ്. കൂടുതലായിട്ടൊന്നും നല്ല സങ്കടമുണ്ട്. എപ്പോഴും കാണുമായിരുന്നു, അദ്ദേഹത്തെ കാണുമായിരുന്നു. കാണുമായിരുന്നു. ഇവിടെ വരുമ്പോൾ എല്ലാം പോയി ഞങ്ങൾ കാണുമായിരുന്നു. എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെ, ഇവിടെ വാണിയക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു നടനാണ്. അവസാനമായിട്ട്
സതീശൻ്റെ സ്വീകരണ ചടങ്ങിലാണ് ഞങ്ങൾ കണ്ടത്. വളരെ സങ്കടമുണ്ട് ഇത്രയും പ്രായം കുറഞ്ഞ ഈ സമയത്ത് തന്നെ വിട വാങ്ങിയതിൽ. എങ്ങനെയായിരുന്നു, പരിചയമുണ്ടായിരുന്നു? ഇല്ല, ഞാനേ 3 മാസം മുമ്പ് ഞങ്ങളവിടെ കുഴപ്പള്ളി സർവീസ് ബാങ്കിൽ ഒരു പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കണ്ടത്. പഠിച്ചിട്ടൊന്നുമില്ല, സിനിമയിലൊക്കെ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അടുത്തിടപഴകുമായിരുന്നു? ഇല്ല. ഇവിടെ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി എൻ്റെ വീടിൻ്റെ അയലന്തരമാണ് ഇത് ഇങ്ങനെ. അപ്പോൾ ഞാനങ്ങനെ എപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് കണ്ടിട്ടില്ല. ആസ്പത്രിയിൽ പോകാൻ എനിക്കും വയ്യാണ്ട് ഞാൻ പോകാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. വേറെ വിശേഷമൊന്നുമില്ല. എൻ്റെ വീടിൻ്റെ നേരെ എതിർവശമുള്ള റോട്ടിലാണ് ഇവരുടെ തറവാട്. പിന്നെ ഇപ്പം താമസിക്കുന്നത് ആലുമ എന്ന് പറഞ്ഞ സ്ഥലത്ത്. എങ്ങനെയായിരുന്നു? വീട് കൊടുങ്ങല്ലൂരാണ്. ഞാൻ കാണാൻ വേണ്ടി വന്നതല്ല, അദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊക്കെ കാണാൻ ഇഷ്ടമാണ്. എല്ലാ പടങ്ങളും ഇഷ്ടമാണ്. ഇവിടെ അടുത്താണോ? അല്ലെങ്കിൽ ഇവിടെ അടുത്താണ്, ചെറിയ കൊല്ലം തിരുത്ത്. ഞങ്ങൾ അമൃതയിൽ ആഴ്ചയിൽ 2 ദിവസം കാണാറുണ്ട്. ഉള്ളിന് ഡയാലിസിസിന് വരുമ്പോൾ കാണാറുണ്ട്. ഈ വ്യാഴാഴ്ച കണ്ടതാണ്. അപ്പോൾ ആളൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച അഡ്മിറ്റായെന്ന് പറയണം. വളരെ വ്യാഴാഴ്ച കണ്ടിരുന്നു. പുള്ളിനെ കൊണ്ട് ട്രോളിയിലേക്ക് വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന കണ്ട്. അപ്പോൾ ആൾ കുഴപ്പമൊന്നുമില്ല. വളരെ സ്മാർട്ടായിട്ട് ഇത് ഇരുന്ന ആളാണ്. പെട്ടെന്നായിട്ടാണ് എന്തോ പെട്ടെന്ന് കൂടിയിട്ട് വെള്ളിയാഴ്ച അഡ്മിറ്റ് ചെയ്ത് ഇന്നലെ വൈകിട്ട് വരെയും കുഴപ്പമുണ്ട്. ഇതിലായിരുന്നു, മറ്റേ വെന്റിലേറ്ററിലായിരുന്നു. വെന്റിലേറ്ററിൽ നിന്ന് ഇന്നലെ മാറ്റിയതാണെന്ന് രാത്രിയിൽ. എന്തായാലും നമ്മുടെ ആൻഡോ ജോസഫ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയായിരിക്കും ഇനി അന്തിമ കർമ്മങ്ങൾ എന്നുള്ളത്. പ്രൊഡക്ഷൻ ഡയറക്ടർ ബാദുഷ, നിങ്ങളുടെ നിരവധി ചിത്രങ്ങളിലൊക്കെ സലിംകുമാർ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? സലീമേട്ടനെ ഒരു ആർട്ടിസ്റ്റായിട്ട് മാത്രം നമുക്ക് കാണാൻ പറ്റില്ല. സലീമേട്ടനെ എപ്പോഴും ഒരു സഹോദര സ്നേഹവും വാത്സല്യത്തോടും കൂടി മാത്രം പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്തുണ്ടെങ്കിലും എന്താവശ്യത്തിനും ധൈര്യപൂർവ്വം നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു 4-5 ദിവസം മുമ്പ് വരെയും അദ്ദേഹമായിട്ട് ഫോണിൽ സംസാരിക്കുകയെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഒരു സഹോദര തുല്യനായിരുന്നു. അദ്ദേഹം ഡയറക്റ്റ് ചെയ്യാൻ പോയ സിനിമയെല്ലാം എന്നെ തന്നെ നിർബന്ധമായിട്ടും വിളിച്ച് വർക്ക് ചെയ്യിക്കുന്ന ഒരു പതിവായിരുന്നു. ലാസ്റ്റ് അദ്ദേഹം ദൈവമേ കൈതൊഴാം കെ കുമാറാകണം എന്ന് പറയുന്നൊരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമയെല്ലാം അദ്ദേഹം ഒരു ഡോക്യുമെൻ്ററി ചെയ്തപ്പോൾ പോലും ആദ്യമായിട്ട് എന്നെയാണ് അദ്ദേഹം വിളിച്ചേക്കുന്നത്. സെറ്റിലൊക്കെ എങ്ങനെയായിരുന്നു? ഭയങ്കര നമുക്കെല്ലാം പുള്ളിയായിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളി വളരെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ ചിരി എല്ലാവർക്കും അറിയാമല്ലോ. ഭയങ്കര പൊട്ടിച്ചിരിച്ച് തമാശകൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചും ഒക്കെ ലൊക്കേഷനിൽ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിക്കുന്നൊരു വ്യക്തിയായിരുന്നു. പ്രത്യേകിച്ചും ഈ സംവിധായകരടക്കമുള്ള ആളുകളൊക്കെ പറയാറുണ്ട്, സലിംകുമാർ ആണെങ്കിൽ കയ്യിൽ നിന്ന് തമാശ ഇട്ട് പറയാറുണ്ട്. അതെ. ആ സിറ്റുവേഷൻ അനുസരിച്ച് തമാശകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ജയറാമേട്ടൻ. അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് തമാശകൾ പറയാനുള്ള ഒരു കഴിവ് സലിംകുമാറിനുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ചും നമ്മൾക്ക് അറിയാവുന്നതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പല ചിത്രങ്ങളും വൺമാൻ ഷോയിലേക്ക് തമാശ ഇപ്പോഴും ഈ ആളുകൾ പറഞ്ഞു കിടക്കാറുണ്ട്. ഇനിയെങ്ങാനും ബിരിയാണി കൊടുത്താലോ, അങ്ങനെ നമ്മുടെ നാവിൻ തുമ്പത്ത് എപ്പോഴും ഓടിയെത്തുന്ന നിരവധി തമാശകൾ പറയുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സലിംകുമാർ എന്ന് പറയുന്നത്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും. സാധാരണ മനുഷ്യരുടെ ഒരു പൾസ് എറിഞ്ഞ് അവരുടെ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാനുള്ള ഒരു കഴിവ് സലിംകുമാറിനുണ്ടായിരുന്നു. അതുതന്നെയാണ് കൂടുതൽ ആളുകളെ അദ്ദേഹത്തിലേക്ക് അടുപ്പിച്ചതും. ആ ഒരു അടുപ്പം തന്നെയാണ് പലപ്പോഴും സലിംകുമാർ എന്നെ ഇത്രയധികം പ്രിയപ്പെട്ടവനാക്കി മാറ്റിയതും. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നതിന് വേണ്ടിയും അദ്ദേഹത്തെ ഒരു നോക്കി കാണുന്നതിന് വേണ്ടിയും എല്ലാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരായ പല മനുഷ്യരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ കാത്തു നിൽക്കുകയാണ്. പല ആളുകളും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമാ താരങ്ങൾ പല ആളുകളും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സലിംകുമാർ കാലത്തിൻ്റെ നടനായിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ ആവശ്യമുള്ള ഒരു നടനായിരുന്നു. പ്രത്യേകിച്ചും മലയാളികളെ കുടുകൂടാ ചിരിപ്പിച്ചിട്ടുള്ള ആ സലിംകുമാർ എന്ന് പറയുന്ന മഹാനടൻ അദ്ദേഹം ഇന്ന് മലയാളികളെ ആകമാനം കരയിക്കുകയാണ്.
എന്തായാലും പറവൂർ ഒറ്റക്കെട്ടായി ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. മഴയുണ്ടായിരുന്നു, ആ മഴയെല്ലാം അവഗണിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാ ഇവിടെ ചുറ്റും കൂടി നിൽക്കുന്ന നിരവധി മനുഷ്യരുണ്ട്. ആ മനുഷ്യർക്കൊക്കെ ഓർത്തെടുക്കാൻ നിരവധി കാര്യങ്ങളുമുണ്ട്. സലിംകുമാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പ്രത്യേകിച്ചും സലിംകുമാറിൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ മനസ്സിൽ സന്തോഷമായിട്ടായിരിക്കും നമ്മൾ പല മനുഷ്യരും കാണാൻ വേണ്ടി പോകുന്നത്. കാരണം ഈ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ അധികം ദുഃഖിക്കേണ്ടി വരില്ല, എപ്പോഴും ചിരിക്കേണ്ടി അല്ലെങ്കിൽ ചിരിച്ച മുഖവുമായി ഇറങ്ങിപ്പോകാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു മലയാളികളെ സംബന്ധിച്ചിടത്തോളം. നടൻ ജയറാം കൂടി ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വൺമാൻ ഷോയിലൊക്കെ അദ്ദേഹവുമായി ഒരുമിച്ച് അഭിനയിച്ച ഒരു നടൻ കൂടിയാണ് സലിംകുമാർ. സലിംകുമാറിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നടൻ ജയറാം കൂടി ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ചിത്രങ്ങൾ സലിംകുമാറിനെ സംബന്ധിച്ചിടത്തോളം, മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവർ ഓർത്തെടുക്കുന്നത് എന്നും നർമ്മം കലർന്ന ഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾക്ക് അത്തരം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹം എവിടെ പ്രസംഗിച്ചാലും ഒരു 5 മിനിറ്റ് പ്രസംഗിച്ചാൽ അതിൽ 4 മിനിറ്റും മലയാളിക്ക് ചിരിക്കേണ്ടതായും ചിന്തിക്കേണ്ടതായും വരുമായിരുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും അത് അവസാനം വരെ അത് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ പറവൂരിൽ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയങ്കരമായിരുന്ന പാർട്ടിയുടെ പൊതുസമ്മേളനത്തിൽ സംസാരിച്ചപ്പോൾ പോലും കൂടുതൽ നർമ്മം കലർത്തിയായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. ആ നർമ്മം മലയാളികളെ ആകമാനം ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അത് അവസാന നിമിഷം വരെ തുടരാൻ സലിംകുമാറിന് കഴിഞ്ഞിരുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ സലിംകുമാർ ഇവിടെ ഉണ്ടാകുകയുള്ളൂ. 3 മണിയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്തും. അതിന് മുന്നോടിയായി അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകൾ, അവരൊക്കെ ഇങ്ങോട്ടേക്ക് സലിംകുമാറിനെ ഒന്ന് കാണുന്നതിന് വേണ്ടിയും ഒപ്പം തന്നെ ഇവിടെ ഉള്ളതാണോ, കാണാറുണ്ടായിരുന്നു സലിംകുമാർ? കാണാറൊക്കെ ഉണ്ട്. എവിടെയാ? ഇവിടെ തന്നെയാണ് ചേന്നമംഗലത്ത് കാണാൻ വേണ്ടി പിന്നെ നമ്മളവിടെ മീറ്റിങ്ങിനൊക്കെ മുമ്പൊക്കെ കണ്ടിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ചിട്ടില്ല, കണ്ടിട്ടുണ്ട്. ഞങ്ങൾ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഇവിടെ അടുത്താണോ? അതെ, മന്നം പാറപ്പുറം ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാവും. അതെ വന്നു അവസാനമായി ഒന്ന് കാണാൻ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച ഒരാളല്ലേ. അവസാനമായി ഒരു നോക്ക് കാണാൻ വന്നതാണ്. എന്തായാലും ഇവരൊക്കെ പറയുന്നത് പോലെ ഒരുപാട് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ സമ്മാനിച്ച സലിംകുമാറിനെ ഒരു നോക്കുകയാണ്. നടൻ ബാബുരാജ് അടക്കമുള്ള ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് വരികയാണ് സലിംകുമാറിനെ അവസാനമായി കാണുന്നതിന് വേണ്ടി. അദ്ദേഹത്തിൻ്റെ സിനിമയിലെയും ഒപ്പം തന്നെ നാട്ടിലെയും എല്ലാ സുഹൃത്തുക്കളും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നിരവധി സിനിമാ താരങ്ങളും സുഹൃത്തുക്കളും എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകുന്നേരം 3 മണി വരെ സമയമുള്ളത് കൊണ്ട് തന്നെ ആളുകൾ ഘട്ടം ഘട്ടമായി വന്നു പോവുകയാണ്. പ്രത്യേകിച്ചും ഈ പറവൂർ ടൗൺ ഹാൾ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ ഉൾക്കൊള്ളിച്ച് ശേഷിക്കുന്ന ആളുകൾക്ക് സമയം അനുവദിച്ചുകൊണ്ടാണ് ആളുകളെയൊക്കെ അകത്തേക്ക് കടത്തിവിടുകയും ചെയ്യുന്നത്. എങ്കിൽ കൂടി തന്നെയും ഈ കാണുന്നത് പോലെ നിരവധി നാട്ടുകാർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നടൻ സലിംകുമാർ മലയാളികളുടെ മനസ്സിലെ മായാത്ത ഓർമ്മയായി ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ വിശാരടി പോലും അദ്ദേഹം ഇവിടെ ഒന്ന് ഓരോ മനുഷ്യരെയും ഇങ്ങോട്ടേക്ക് സലിംകുമാറുമായി അടുത്ത ബന്ധമുള്ള ഓരോ സുഹൃത്തുക്കളെയും ഇങ്ങോട്ടേക്ക് അകത്തേക്ക് കൊണ്ടുവരികയാണ്. രാവിലെ മുതൽ തന്നെ വിശാരടി ഇവിടെ ഉണ്ട്. അദ്ദേഹം ഈ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയതായിരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കൂടുതലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം എന്നും ചിരിയും ചിന്തയും എല്ലാം നൽകിയിരുന്ന മഹാനടൻ സലിംകുമാർ എന്ന് പറയുന്ന മഹാനടൻ, അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ചിത്രങ്ങളൊന്നും തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുകയില്ല. വെറുമൊരു കോമഡി താരമായി മാത്രം സലിംകുമാറിനെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയുകയില്ലെന്ന് മലയാളിയും ഒപ്പം തന്നെ സലിംകുമാറും ഓർമ്മപ്പെടുത്തിയതാണ്. നമ്മൾക്കറിയാം, അച്ഛനുറങ്ങാത്ത വീടൊക്കെ കണ്ട് തിയേറ്ററിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ഒരു മനുഷ്യനും ഉറങ്ങാൻ കഴിയില്ലായിരുന്നു. അത്രയധികം ഉറക്കം നഷ്ടപ്പെടുത്തിയ അഭിനയമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ മഹാനടനുള്ള അല്ലെങ്കിൽ മികച്ച നടനുള്ള രണ്ടാമത്തെ നടനുള്ള പുരസ്കാരവും ആ ചിത്രത്തിലൂടെ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞു. ആദാമിൻ്റെ മകൻ അബു ഒരു ഹാസ്യ നടൻ എന്നുള്ള നിലയിൽ നിന്നും അദ്ദേഹത്തെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ദേശീയ തലത്തിലേക്ക് ഉയർത്തിയ ഒരു സിനിമ കൂടിയായിരുന്നു അത്. ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും എല്ലാം അദ്ദേഹത്തിന് വാങ്ങിക്കൊടുത്ത ഒരു ചിത്രം കൂടിയായിരുന്നു അത്. അതുപോലെ തന്നെ കറുത്ത ജൂതൻ, അദ്ദേഹം തിരക്കഥാകൃത്തായി സംസ്ഥാന അവാർഡ് നേടിയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ് കറുത്ത ജൂതൻ. അങ്ങനെ മലയാളികൾ
എന്നേക്ക് എന്നും ഓർത്തിരിക്കാൻ കഴിയുന്ന നിരവധി ഒട്ടനവധി ചിത്രങ്ങൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തി. ആ മഹാനടനെ കാണുന്നതിന് വേണ്ടി നിരവധി മനുഷ്യർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പറവൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആളുകൾ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി മനുഷ്യർ ഇങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട്. സലിംകുമാറിന് ഇന്നലെ രാവിലെയോടുകൂടിയാണ് സലിംകുമാറിന് വയ്യ എന്നുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നില ഗുരുതരമാണ് എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത്. അതിനുശേഷം മലയാളക്കര ആകമാനം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, രാത്രിയോടുകൂടി അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയാണ് ഉണ്ടായത്.